ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്ലൗസിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ഐഡിയാസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഒരുപാട് യൂസ്ഫുള്ളായ ഐഡിയാസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്പും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ബ്ലൗസിന് നമ്മൾ ഹുക്ക് ലൂപ്സ് വെക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ഹുക്ക് ലൂപ്സ് വെക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇതുപോലെയാണ് നമ്മൾ ഹുക്ക് ലൂപ്സ് വെക്കേണ്ടത്. ജസ്റ്റ് ഇത് ഇങ്ങനെ നോർമൽ ലെവലിൽ നമ്മൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യും. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫോൾഡിങ് വരും, ഇവിടെ ജസ്റ്റ് ഫോൾഡ് വരും. വീണ്ടും എഗെയിൻ ഒരു ഫോൾഡും കൂടി ഇവിടെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോൾഡ് വരുന്നു, ഇവിടെ ഫോൾഡ് വരുന്നു. ഓക്കെ, ഇതിനകത്ത് ഫോൾഡ് വരുന്നു, ഇവിടെ ഫോൾഡ് വന്നു. അപ്പോൾ മനസ്സിലായോ? 1, അതുപോലെ 2, 3, അതിൻ്റെ ഇടയിൽ 4, ഇത് 5. മനസ്സിലായോ? 1, 2, 3, 4, 5, അങ്ങനെ 5 ഹുക്കാണ് നമ്മളിതിൽ വെക്കേണ്ടത് ഫോൾഡ് ചെയ്യുമ്പോൾ. ഇങ്ങനെ മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹുക്കിൻ്റെ ലൂപ്സിൻ്റെ സ്ഥലം കണ്ടുപിടിക്കുന്നത്. ഇനി കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ നമ്മൾ ഈ ഹുക്കിൻ്റെ ലൂപ്സ് വയ്ക്കുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ കാണിക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ ഇതാ ഇവിടെ എന്ത് കിട്ടി? ഈ ഒരു ഫോൾഡിൽ ഒരു സ്പേസ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു. ഓക്കെ, പിന്നെ ഇതേ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തപ്പോൾ ഇതേ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, എഗെയിൻ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തു. ആണോ? ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ ഈ ഒരു ഫോൾഡിനകത്താണ്, മനസ്സിലായോ? ഈ ഒരു ഫോൾഡിലാണ് നമുക്ക് അടുത്തത് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിന് ഹുക്ക് ലൂപ്സ് വയ്ക്കുന്നതും ഹുക്ക് വയ്ക്കുന്നതും. ഓക്കെ, അപ്പോൾ സ്പേസ് എടുക്കുന്ന രീതി, കസ്റ്റമൈസ് ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ ഹുക്ക് ലൂപ്സ് എങ്ങനെയാണ് സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എന്ന് പറയാം. ഈ ഹുക്ക് ലൂപ്സ് നമുക്ക് പല രീതിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഹുക്ക് ലൂപ്സ് ഇതുപോലെ അല്ലാതെ പല രീതിക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ചെയ്യുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ട് നമുക്ക് ഈ ഹുക്ക് ലൂപ്സ് ചെയ്യാനായിട്ട്. റെഡിമെയ്ഡ് ആയിട്ട് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന രീതിക്ക് തയ്ക്കുന്ന രീതിയുണ്ട്. അല്ലാതെ റെഡിമെയ്ഡ് ഹുക്ക് ലൂപ്സിൻ്റെ സംഭവം വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്. പിന്നെ തയ്ക്കണതിൻ്റെ ഇടയിൽ തന്നെ ഹുക്ക് ലൂപ്സ് വെച്ച് തയ്ച്ച് മറക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ഹോൾസ് ഉണ്ടാക്കുന്നത്, നമ്മൾ തുണി കൊണ്ട് തന്നെ ഹോൾസ് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അങ്ങനെ കുറച്ചധികം ഐഡിയാസ് ഉണ്ട് ശരിക്കും ഈ ഹുക്ക് ലൂപ്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ എല്ലാറ്റിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതും ഏറ്റവും ബ്ലൗസിന് ഏറ്റവും പെർഫെക്ഷൻ കിട്ടുന്നതും ഈ ഒരു ഹുക്ക് ലൂപ്സിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഒരു രീതിയുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നൂലെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇത് ഒപ്പാക്കാം. ഇത് നമ്മൾ ഒപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ രണ്ട് ലെയറിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ സൂചി വെക്കുന്ന ഒരു ട്രിക്കാണ് കേട്ടോ കാണിച്ചു തരാം. നമുക്ക് വേണ്ട, നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ കുറച്ച് സ്ഥലം മതി നമുക്ക് ഇതുപോലെ സൂചിയാണെങ്കിലും പിന്നാണെങ്കിലും ഒക്കെ എടുത്ത് വെക്കാനായിട്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ ഒരു ബോക്സിനകത്ത് വെക്കാൻ പറ്റാവുന്ന ഒരു രീതിയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്താൽ ഇങ്ങനെയെങ്കിൽ എളുപ്പമുണ്ട്. നമ്മൾ തുന്നുന്ന സൂചിയും ഇതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ?
അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല എളുപ്പമുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക ഫാൻസി ഷോപ്പുകളിലൊക്കെ നമ്മളിങ്ങനെ പൊട്ടും സംഭവങ്ങളൊക്കെ മേടിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ വെക്കാനാണെങ്കിൽ കംഫർട്ടബിലിറ്റി ഉണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സൂചി ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ജസ്റ്റ് നമ്മുടെ നമ്മൾ പിൻ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന പിന്നുകൾ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ ഹെമ്മിങ്ങിന് എടുക്കുന്ന സൂചി. അപ്പോൾ ഇത് എളുപ്പത്തിൽ കോർക്കാനായിട്ട് നമുക്ക് വയസ്സായ ആൾക്കാരാണെങ്കിലും നമുക്ക് ഇത്തിരി വേഗം ചെയ്യണമെങ്കിലൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെച്ചില്ലേ, ഇതെങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുമ്മ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇത് വലിച്ചെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, സിമ്പിളായിട്ട് നമുക്കത് പുറത്തെടുത്തു. ഈ ഒരു ട്രിക്ക് പ്രകാരം ചെയ്താൽ മതി. അപ്പോൾ വേഗത്തിലാവും. അത് നമ്മൾ ഈക്വലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈക്വലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കെട്ടിടാണ്ട് നമുക്ക് ഫസ്റ്റിലെ തന്നെ ആദ്യത്തെ ഒരെണ്ണം മാത്രം നമുക്ക് കെട്ടിടാണ്ട് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക, തുന്നിയെടുക്കാൻ പറ്റും. ആ രീതി കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാണല്ലോ നമ്മൾ സെൻറ്റർ ചെയ്തേക്കണം. ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് കിടക്കുന്ന രീതിയിലാണ് നമുക്ക് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി എടുത്തു കണ്ടോ, ഇങ്ങനെ ചെയ്തു. അതിന് ശേഷം ഇവിടം വരെ എത്തി. ഓക്കെ, ഇവിടം വരെ എത്തിച്ച് നിർത്തി. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങോട്ട് എടുത്തു, ഇതൊപ്പാക്കിയില്ലേ. ഇനി ഇതിൻ്റെ ഈ ഒരു ഫോൾഡ് ഉണ്ടല്ലോ, ഒരെണ്ണം ഫോൾഡഡ് ആണല്ലോ, നമ്മൾ ഇപ്പോൾ 4 ഫോൾഡിലൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ആക്കി കണ്ടോ. അപ്പോൾ ഈ ഭാഗത്തും എന്ത് വരുന്നില്ല, കെട്ട് വരുന്നില്ല. നോക്കിക്കോളൂ കേട്ടോ. കണ്ടാ, ഈ ഭാഗത്തേക്കും കെട്ട് വന്നിട്ടില്ല, അതുപോലെ ഈ ഭാഗത്തേക്കും കെട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കെട്ടിടാണ്ട് ചെയ്യുന്ന ഫസ്റ്റ് മാത്രമാണ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സെക്കൻഡ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇത് തിക്നെസ് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ. ഇതാണ് കേട്ടോ ബ്ലൗസിൽ ഏറ്റവും നല്ല. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കും. എന്നിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്തു. അപ്പോൾ ഇത്തിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അതിന് ശേഷം ഈ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കണം. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു. ഇവിടെ ഒന്ന് കെട്ട് വെച്ചു. മനസ്സിലായി? ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇതിലൊരു കെട്ടിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ വീണ്ടും എടുത്തു. വീണ്ടും ഇതേപോലെ തന്നെ എടുത്തു. ഇതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് ബാക്കി ഏത് ഹുക്ക് ലൂപ്സ് വെച്ചാലും കാര്യമില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും എത്ര നല്ല ഹുക്ക് ലൂപ്സ് വെച്ചാലും അതൊന്നും ഇത്രയും ഈട് നിൽക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയും ചെയ്യില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു രീതി തന്നെയാണ് ഹുക്ക് ബ്ലൗസിൽ ഏറ്റവും നല്ലത്. ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ ഒരു പഴുതാരത്തേൾ പോലെ എന്നൊക്കെയാണ് പണ്ടത്തെ ടീച്ചർമാർ ഇതിനെ പറഞ്ഞിട്ടുള്ളത്. ഒരു അറിവ് പറയണത് കേട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹുക്ക് ലൂപ്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഫിനിഷിങ് വേറെ എത്ര നല്ല ഹുക്ക് ലൂപ്സ് റെഡിമെയ്ഡായിട്ട് ചെയ്താലും ഫാസ്റ്റായിട്ട് സമയം എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയിലുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്താലും ആവില്ല. ഞാൻ 1-2 ട്രിപ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഇതിനകത്ത് കുറച്ചും കൂടി ഉണ്ട്, വേറെയും ടിപ്സ് ഉണ്ട് ഈ ഹുക്ക് ലൂപ്സ് ചെയ്യാനായിട്ട്. ഇതല്ലാത്ത രീതികൾ, അത് സ്റ്റിച്ചിങ് ചെയ്യാത്ത രീതിയിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത് ഹെമ്മിങ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. വേറൊരു വീഡിയോയിൽ ചെയ്യാം. 1-2 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്ത് കണ്ടില്ലേ. ഇങ്ങനത്തെ ശേഷം നമ്മൾ ഇതിനകത്ത് ഇപ്പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് താഴ്ഭാഗത്ത് കൊണ്ടുപോയി കെട്ടിടുക. അത്രയ്ക്കേ നമുക്കിനി ചെയ്യാനുള്ള കണ്ടോ. ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മളിത് ഫുൾ ഫിനിഷിങ് ആയി, കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഇതിൽ നിന്ന് ഒരു ഹുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇതായി. താഴ്ഭാഗത്ത് കൊണ്ടുപോയി കെട്ടിടാനേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ഹുക്ക് ലൂപ്സ് ചെയ്യുന്ന ട്രിക്ക്. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സെറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐഡിയ. ഇത് താഴ്ഭാഗത്തൊന്ന് കെട്ടിടുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സംഭവം ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു വ്യക്തിക്ക് അനുസൃതമായ രീതിയിൽ ഭംഗിയാക്കാൻ പറ്റാവുന്ന രീതിയിൽ ബ്ലൗസിന് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്ലൗസുകൾ ഒരു കസ്റ്റമർ തരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കസ്റ്റമർക്ക് ഒരെണ്ണം തയ്ച്ചു കൊടുത്തിട്ട് അതിൻ്റെ പെർഫെക്ഷൻ നോക്കിയ ശേഷം നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക്
തന്നെ ചെയ്യാം. കസ്റ്റമർ പറയാതെ തന്നെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറെ നിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. സാധാരണ നോർമലി നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു രീതിക്കാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു സ്പേസ് ഇട്ടിട്ട് ഇതിലൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല ചെയ്യുക. ഇനി കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഇതിന് വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു ട്രിക്കാണ് കാണിച്ചു തരാൻ പോണത്. അതായത് നമ്മൾ ആദ്യത്തെ എന്ന് പറയണത് ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറയണത് ഇവിടെ വരെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഒരു വരയ്ക്കുന്ന ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ബാൻഡ് എന്ന് പറയണത്. ഈ ഒരു ഭാഗത്തെയാണ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൗസിൻ്റെ ബാൻഡ് വരുന്നത്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഈ ബാൻഡ് വരുന്ന ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കുന്ന ആ ഒരു അളവ്, ഈ കറക്റ്റ് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ബോട്ട് പോലെ, ആ ഷേപ്പ് ജസ്റ്റ് ഞാൻ നീളം തന്നെ വരച്ചെടുത്തു. ഈ വരച്ചത് ഇതാണ് നമ്മുടെ ഈ അളവ് ബ്ലൗസിൻ്റെ. ഓക്കെ, ഈ അളവ് ഇങ്ങനെ വരച്ചു. ഈ വരച്ചതിൻ്റെ തൊട്ട് മുകളിൽ കറക്റ്റ് ആ അതിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മളിത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ഹുക്ക് ലൂപ്സ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഹോൾസ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കസ്റ്റമറിൻ്റെ ബോഡിക്ക് അനുയോജ്യമായ രീതിയിലാവുകയും ചെയ്യും, കുറച്ചും കൂടി ഭംഗി കൂടുകയും ചെയ്യും. ഇവിടെ ഇത് വെക്കുമ്പോൾ അതിന് പിന്നെ വെക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ട് അടുത്തത് വെക്കാം. മനസ്സിലായോ? സാധാരണ രീതിയിൽ ചില ആളുകൾ 4 എണ്ണം വെക്കും, ചിലപ്പോൾ 4 എണ്ണം വെക്കുന്ന ആളുകളുണ്ട്. ഈ ഹുക്ക് ലൂപ്സ് 5 എണ്ണം വെക്കുമ്പോഴാണ് കൂടുതൽ കുറച്ചും കൂടി ഭംഗി വരുന്നത്. അത് വെക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് പോലെയുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് ഒപ്പത്തിൽ നിൽക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ നല്ല വൃത്തിക്കായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിന് ശേഷം വെക്കുന്നത് ഇതിൻ്റെ അധികം ഇവിടുത്തെ ഇത് രണ്ടും തമ്മിലുള്ള അകലം വല്ലാണ്ട് നീങ്ങാതെ തന്നെ അടുത്ത് തന്നെ വെക്കുക. ഇവിടെ ഒരെണ്ണം വെച്ചാൽ ഈ ഒരു ബാൻഡിൽ തന്നെ അടുത്തത് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് കയറ്റിയിട്ട് വെക്കുക. ബാൻഡിൽ ചിലപ്പോൾ പലപ്പോഴും ഒരെണ്ണ വരാറ്, ഏറ്റവും കൂടുതൽ ആളുകളിൽ ഒരെണ്ണ വരാറ്. പക്ഷെ നമ്മൾ ഇതിൽ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത ടൈപ്പ് ബ്ലൗസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കണില്ല, അതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടാം ഈ ഒരു ഭാഗത്ത് കറക്റ്റ് പോലെ. ചില ആളുകളുടെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഈ കറക്റ്റ് ഈ ബാൻഡിൻ്റെ ഈ ഒരു അളവിലാവില്ല എന്ത് വരുന്നത്, ഈ ഒരു പോയിന്റിലാവില്ല ഇത് വരിക എന്നറിയാം. കൂടുതൽ ഇതിവിടെ ഈ സെൻറ്ററിൽ വരിക. ഈ സെൻറ്ററിലാണ് ഈ പറഞ്ഞ എന്താ പറയുക ബ്ലൗസിൻ്റെ ഈ ഹുക്ക് ലൂപ്സ് വരാറ്. അപ്പോൾ അത് പെർഫെക്ഷൻ കുറയും. ഈ ബാൻഡിനെ കറക്റ്റ് ഫിറ്റിൽ നിർത്തണത് ശരിക്കും ആ ബാൻഡിന് തൊട്ട് മുകളിൽ ഈ പറഞ്ഞ ഹുക്ക് ലൂപ്സ് വെക്കുന്നതാണ് ഏറ്റവും ഭംഗി. പിന്നെ ഈ ബാൻഡിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബാൻഡിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് വെച്ചാലും പെർഫെക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു തൊണ്ട് താഴത്തേക്ക് ഇറക്കിയിട്ട് ഇത്രയും ബാൻഡിൻ്റെ സെൻറ്ററിലാവരുത്. ബാൻഡിൻ്റെ സെൻറ്ററിലല്ലാണ്ട് ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഈ ബാൻഡിൻ്റെ വലിപ്പം അനുസരിച്ചും കൂടിയും വേണം ചെയ്യാൻ. ചില ബാൻഡ് വളരെ കുഞ്ഞിതായിരിക്കും, ചിലവരുടെ ബാൻഡ് കൂടുതൽ വീതി കൂടുതൽ ഉണ്ടാവാറുണ്ട്. ചിലവരുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം മുകളിലേക്ക് കയറി നിൽക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇത് സെൻറ്ററിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ബാൻഡിൻ്റെ തൊട്ടുപുറത്തല്ല വരിക, അത് മുകളിലായിരിക്കും വന്നിരിക്കുക. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഈ ഒരു ബ്ലൗസിനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇത്തരം ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബിഗിനേഴ്സിന് ഒരുപാട് ഐഡിയാസ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഹുക്ക് ലൂപ്സ് വെക്കുന്ന എന്താ പറയുക കുറച്ച് വേറെ രീതികളുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചെയ്യുന്ന രീതിയുണ്ട്, തയ്ച്ച് മറയ്ക്കുന്ന രീതിയിൽ റെഡിമെയ്ഡ് ഹോൾസ് വാങ്ങിച്ച് വെക്കുന്ന രീതിയുണ്ട്. അങ്ങനെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.